കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രഭാതം കൂടെ കണ്ട് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി തരുന്ന എല്ലാ നല്ല അവസരങ്ങൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ, വിവിധ മേഖലകളിൽ, വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് സ്തോത്രം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓക്കെ, ഞാൻ ഇന്ന് പ്രഭാതത്തിലൊരു തിരുവചന ചിന്തയിലേക്ക് വരികയാണ്. സങ്കീർത്തനങ്ങൾ 37 അതിൻ്റെ 7-ാമത് വാക്യം. യഹോവയുടെ മുമ്പാകെ മിണ്ടാതെ ഇരുന്നവനായി പ്രത്യാശിക്കുക, കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നവനെയും കുറിച്ച് എന്ത് ചെയ്യരുത്, മുഷിയരുത്. വളരെ അനുഗ്രഹീതമായൊരു വാക്യം. അപ്പോൾ തന്നെ ഈ കാലത്ത് നമ്മൾ ചിന്തിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വാക്യത്തിനകത്ത് ഉണ്ട്. നമ്മളെല്ലാവരും ദൈവമക്കളല്ലേ? നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമ്മൾ എന്താ പറയുന്നത്? ജീവനുള്ള ദൈവമാണ് അല്ലേ? ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവൻ, കടലിനെ ഉണ്ടാക്കിയവൻ, ചെങ്കടലിനെ പിളർന്നവൻ, യോർദാനെ രണ്ടായി മുറിച്ചു മാറ്റിയവൻ, ഇസ്രായേൽ ജനത്തിന് കാടപ്പച്ചി ഇറച്ചു കൊടുത്തവൻ, മന്ന കൊടുത്തവൻ, സ്തോത്രം. 10 ബാധ കഴിച്ച് ഫറവോന്റെ അടിമത്തത്തിനകത്തിന് ഇസ്രായേലിന് വിടുവിച്ച ദൈവം, ഭയങ്കര പ്രവൃത്തികൾ ചെയ്ത ദൈവം, മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പാപപരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വന്ന കർത്താവ്. ഇങ്ങനെ നമ്മൾ നമ്മുടെ ദൈവത്തെക്കുറിച്ച് പലതും പറയാം, പല വർണ്ണനകൾ നമ്മൾ നടത്താറുണ്ട്. ഇതെല്ലാം സത്യമാണ്. സ്തോത്രം. അവനെ പോലൊരു ദൈവം വേറെയില്ല, അവനെ പോൽ രക്ഷിതാവില്ല, അവന് തുല്യം പറയാൻ വേറെ ആരുമില്ല. സ്തോത്രം. അങ്ങനെയാണ് നമ്മുടെ കർത്താവിൻ്റെ നിസ്തുല്യത അത്രയ്ക്കും വലിപ്പമുള്ളതാണ്. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത്, സകല നാമത്തിനും മേലായ നാമം അവന് നൽകി. സ്തോത്രം. യേശുവിനെക്കുറിച്ച് പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ ഒറ്റ കാര്യം വളരെ ശ്രദ്ധേയമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അവന് തുല്യം പറയാൻ വേറൊരാളില്ല, അവനെ പോലൊരു ദൈവമില്ല. അവൻ സകല നാമത്തിനും മേലായ നാമമുള്ള യേശു കർത്താവാണ്. സ്തോത്രം. അപ്പോൾ തന്നെ നമ്മുടേതായ പേഴ്സണലി, നമ്മുടേതായ വ്യക്തിപരമായ പല ആവശ്യങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ എന്ത് വരാറുണ്ട്? ക്ലേശങ്ങൾ വരാറുണ്ട്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളോ, നമ്മുടെ ആവശ്യങ്ങൾ പലപ്പോഴും നടക്കാതെ വരികയോ അതിന് മുടക്കം വരികയോ ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത് പാർക്കുന്നവരോ ഇല്ലെങ്കിൽ നമ്മുടെ അയൽവക്കക്കാരൊക്കെ നല്ല വലിയ വീട് വെച്ച്, സ്തോത്രം, വലിയ കാറ് മേടിച്ച്, അത് നല്ല സമ്പൽ സമൃദ്ധിയിൽ ഒന്നിനും കുറവില്ലാത്തവരായിട്ട് ഇങ്ങനെ പോകുന്നത് പലപ്പോഴും നമുക്ക് നമ്മുടെ ഹൃദയത്തിനകത്ത് മുഷിച്ചിലുണ്ടാക്കും. അയ്യോ, ദൈവത്തെ അറിയാത്ത അവരിങ്ങനെ ജീവിക്കുന്നല്ലോ, നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. സ്തോത്രം. സങ്കീർത്തനക്കാരനെ ആസാഫ് ഒരിക്കൽ സങ്കീർത്തനത്തിൽ പറഞ്ഞൊരു വാചകമുണ്ട്. ദുഷ്ടൻ്റെ കണ്ണ് പൊട്ടിക്കൊണ്ട് ഉന്തി നിൽക്കുന്നു. ഒരു അവൻ്റെ ദേഹത്തിന് സ്തോത്രമല്ലേലൂയ, ദീനമില്ല, അവൻ സൗഖ്യത്തോടെ ഇരിക്കുന്നു. ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകിയത് വ്യർത്ഥമായി പോയി എന്നൊക്കെ ആസാഫ് പറയുന്നൊരു സങ്കീർത്തന ഭാഗമുണ്ട്. എന്നാൽ അദ്ദേഹം അപ്പോൾ ആ സങ്കീർത്തനത്തിൽ തന്നെ വിശുദ്ധ നിവാസത്തിലേക്ക് ചെന്ന് അവിടെ നോക്കിയപ്പോൾ അവർ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. ഇവരെല്ലാം വഴിവഴുപ്പിൽ നിൽക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ശാശ്വതമല്ലാത്ത ഒരു നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചത്. സ്തോത്രം. നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയ്ക്ക് വേണ്ടി, പുഴുവരിച്ചു പോകുന്ന, മണ്ണിനോട് ചേർന്ന് പോകുന്ന, സ്തോത്രം, ഒന്നിനു വേണ്ടിയല്ല ദൈവം നമ്മളെ വിളിച്ചത് നിത്യമായ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ്, നിത്യമായ ഒരു ആനന്ദത്തിന് വേണ്ടിയാണ്. അപ്പോൾ തന്നെ നിങ്ങൾ ഭാരപ്പെടേണ്ട. സ്തോത്ര. കർത്താവ് എന്താ പറഞ്ഞ്? എന്തു തിന്നും, എന്തുടുക്കും, എന്തു കുടിക്കും എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്, നിങ്ങൾ അതിനെക്കുറിച്ച് ഭാരപ്പെടരുത്. നിങ്ങളുടെ ആവശ്യം സ്വർഗീയ പിതാവ് അറിയുന്നു. അതാത് സമയങ്ങളിൽ ദൈവം അത് നിവർത്തിച്ചു തരുവാൻ ശക്തനാണ്. അപ്പോൾ തന്നെ ബൈബിൾ പറയുന്നു, ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും, എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാകത്തില്ല എന്ന് പറയുന്ന ഭാഗങ്ങളിൽ നമ്മൾ തിരുവചനത്തിലൂടെ വായിക്കപ്പെടുകയില്ലേ? അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, സ്തോത്രം, കാര്യസാധ്യം പ്രാപിക്കുന്നവനെക്കുറിച്ച്, ദുരുപായം പ്രയോഗിച്ച് നന്മ പ്രാപിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യരുത്? മുഷിയരുത്. നമ്മുടെ ആത്മീക ലോകത്ത് തന്നെ കള്ളത്തരങ്ങൾ ചെയ്ത്, ദുഷ്ടപ്രവർത്തികൾ ചെയ്ത്, ദൈവത്തിന് നിരക്കാത്ത പ്രവർത്തികൾ ചെയ്ത് സമ്പത്തും ഉയർച്ചയും സ്ഥാനവും മാന്യതയൊക്കെ പ്രാപിക്കുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയുമല്ലേ? അപ്പോഴൊക്കെ അവരേക്ക് നോക്കുമ്പോൾ സത്യസന്ധതയോടെ, വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ നിൽക്കുന്ന എനിക്ക് എന്തുകൊണ്ട് കർത്താവ് ഇങ്ങനെ വരുന്നു എന്ന് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? ചിന്തിക്കാറുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്തദാസന്മാരെ, ദൈവമക്കളെ, ഭാരപ്പെടേണ്ട. ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഈ ഭൂമിയിൽ ദൈവം നിനക്ക് വേണ്ടി കരുതും. പ്രീസലോ. നീ ദൈവത്തിന് വിലയേറിയവനാണ്. നിലവിളിച്ചു പോകേണ്ട. സമയത്ത് അവൻ നമ്മളെ ഉദ്ധരിപ്പാൻ തക്കവണ്ണം ശക്തനാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ നേട്ടമുള്ള വ്യക്തിയെ നോക്കി ഭാരപ്പെട്ട് മുഷിഞ്ഞു പോകേണ്ട. ദൈവത്തോട്, ദൈവസന്നിധിയിൽ മൗനമായിരുന്ന്, മിണ്ടാതെയിരുന്ന് ദൈവത്തിന്
നന്മയ്ക്കായി പ്രത്യാശ വയ്ക്കുക. അവൻ നമ്മെ നിശ്ചയമായിട്ട് അനുഗ്രഹിപ്പാൻ തക്കവണ്ണ ശക്തനാണ്. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് നന്ദി. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അനേകർക്ക് അത് അനുഗ്രഹമാകട്ടെ. ആയിരങ്ങളിലേക്ക് 10,000 വ്യക്തികളിലേക്ക് സന്ദേശം എത്തട്ടെ. അനേകർക്ക് ഇത് ബലവും ശക്തിയും മഹത്വമായി മാറുവാൻ ദൈവം ഇടവരുത്തും. എല്ലാം മഹത്വം കർത്താവിന് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.